ഹായ് ഫ്രണ്ട്സ്, കോപ്പി ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് കിട്ടിയ പ്രോഫിറ്റ് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത്, കോപ്പി ട്രേഡിൻ്റെ പേജിൽ നിന്ന് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ആദ്യമായി കോപ്പി ട്രേഡ് ചെയ്യുന്ന ഐഡിയയിൽ റണ്ണായി നിൽക്കുന്ന ട്രേഡുകൾ ക്ലോസ് ആയിരിക്കണം. അതായത് ട്രേഡ് റണ്ണായിരിക്കുമ്പോൾ വിഡ്രോ ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. എല്ലാ ട്രേഡും ക്ലോസ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം കോപ്പി ട്രേഡ് ചെയ്യുന്ന ഐഡിയുടെ ഹോം പേജിൽ വരിക. ശേഷം ഫ്യൂച്ചർ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക. മുകൾ ഭാഗത്ത് കോപ്പി എന്ന ഭാഗം സെലക്ട് ചെയ്യുക. വീണ്ടും താഴെ ഡബിളായിട്ട് കോപ്പി എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ കോപ്പി ചെയ്ത പേജ് ഓപ്പണായി വരും. അതിൽ കോപ്പി ട്രേഡറുടെ നെയിമിൻ്റെ നേരെയുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കോപ്പി ട്രേഡിൻ്റെ പേജാണ്. പൊസിഷൻ ചെക്ക് ചെയ്യുക. പൊസിഷൻ റണ്ണിങ്ങിൽ ഇല്ല. ഇവിടെ അഡ്ജസ്റ്റ് ബാലൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ആഡ് എന്ന ഭാഗമായിരിക്കും ആക്റ്റീവ് ആയിരിക്കുന്നത്. അവിടെ നമുക്ക് ഇതിലേക്ക് ക്യാഷ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നാം ഇപ്പോൾ ചെയ്യുന്നത് റിമൂവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ വിഡ്രോവൽ ചെയ്യുകയാണ്. റിമൂവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് എത്ര ഡോളറാണോ വേണ്ടത് അത് നാം ടൈപ്പ് ചെയ്യാം. $5 ഞാൻ വിഡ്രോ ചെയ്യുന്നത്. 5 എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് അതിലുള്ള എല്ലാം വിഡ്രോ ചെയ്യണമെങ്കിൽ 43 ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രോഫിറ്റായിട്ടുള്ള എല്ലാം തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ $5 ഞാൻ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൺഫേം കൊടുക്കുക. വീണ്ടും ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ ഒന്നുകൂടി കൺഫേം കൊടുക്കുക. സംഭവം റിമൂവ് ആയിട്ടുണ്ട്, സക്സസ്ഫുള്ളി റിമൂവ്ഡ് എന്ന മെസ്സേജ് കാണിക്കും. ഇനി ഈ $5 എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ ബാക്ക് വരിക. ഒന്നുകൂടി ബാക്ക് അടിക്കുക. എന്നിട്ട് നമ്മുടെ അസറ്റ് അല്ലെങ്കിൽ വാലറ്റിൽ വരിക. വാലറ്റിൽ വന്നിട്ട് സ്പോട്ട് വാലറ്റ് സെലക്ട് ചെയ്യാം. ഈ സ്പോട്ട് വാലറ്റിലാണ് $5 വന്ന് കിടക്കുന്നുള്ളത്. ഓക്കെ, ഇനി നമുക്കിത് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടതെങ്കിൽ, മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഇവിടെ സെൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സെൻഡ് ടു ബിനാൻസ് യൂസർ, മറ്റൊരാളുടെ ബിനാൻസ് ഐഡിയിലേക്കാണ്. അപ്പോൾ ബിനാൻസ് യൂസർ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് ഇമെയിൽ ഓർ ഫോൺ നമ്പർ എന്ന ഭാഗത്ത് ആണ് സെലക്ട് എങ്കിൽ, അവിടെയാണ് സെലക്ട് ഉള്ളതെങ്കിൽ ബിനാൻസ് ID എന്നത് സെലക്ട് ചെയ്യുക. നമ്മൾ മറ്റൊരാളുടെ ബിനാൻസിലേക്കാകുമ്പോൾ ബിനാൻസ് ID എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അയാൾ നമുക്ക് അയച്ചു തന്ന ബിനാൻസ് ID കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിൻ്റെ ശേഷം പേസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ശേഷം എത്ര ഡോളറാണെന്ന് ചോദിക്കും. ടൈപ്പ് ചെയ്ത് കൊടുക്കുക. $5 സെൻഡ് ചെയ്യുന്നത്. കണ്ടിന്യൂ കൊടുക്കുക. ശേഷം കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ഒന്നുകൂടി കൺഫേം ചെയ്യുക. തുടർന്ന് നമ്മുടെ ആ പേ പിൻ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. ആ പേ പിന്ന് ഒരു പ്രാവശ്യം കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ടൈപ്പ് ചെയ്യണം, കോപ്പി പേസ്റ്റ് നടക്കില്ല. നേരത്തെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ പേ പിന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ല, ഇത് സെക്യൂരിറ്റി വെരിഫിക്കേഷനാണ്. നമ്മുടെ ബിനാൻസ് ഐഡിയുടെ
ഓപ്പൺ ആക്കാനുള്ള പിൻ കോഡാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ ശേഷം സാധാരണയായി നമ്മൾ സെൻഡ് ചെയ്യുന്നത് പോലെ ഇമെയിൽ വെരിഫിക്കേഷനോ മൊബൈൽ വെരിഫിക്കേഷനോ ചെയ്ത് നമുക്ക് കൺഫേം കൊടുത്താൽ സെൻഡ് ആവുന്നതാണ്. അപ്പോൾ ഇതിൽ നാം പ്രോഫിറ്റ് കിട്ടിയത് വിഡ്രോ ചെയ്ത് അത് ബിനാൻസിൻ്റെ സ്പോട്ട് വാലറ്റിലേക്ക് എത്തിക്കുന്ന രൂപമാണ് പറഞ്ഞത്. ആ സ്പോട്ട് വാലറ്റിൽ നിന്ന് നമുക്ക് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൂടി പറഞ്ഞിരിക്കുന്നു.